നമസ്കാരം. ഇപ്പോൾ എല്ലാവർക്കും കോൺഗ്രസ്സുകാർക്കും അതോടൊപ്പം തന്നെ ചില വെളുപ്പിക്കലുകാർക്കും ഒക്കെ വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ജാമ്യാപേക്ഷയിൽ ഉയർത്തിയിരിക്കുന്ന ചില വാദങ്ങൾ, ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നു. ആ പെൺകുട്ടി, അതായത് ആ യുവതി അതിജീവിത വിവാഹിതയാണെന്നും അത് മറച്ചു വെച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ തുടങ്ങി ആ പെൺകുട്ടിയെ ഏതെല്ലാം രീതിയിൽ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. കുരുക്കെന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിൽ ജീവൻ കുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കൃത്യമായി അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ജാമ്യാപേക്ഷയിൽ പ്രതി സമ്മതിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ലൈംഗിക ബന്ധം നടന്നു എന്നുള്ള കാര്യം ഈ പ്രതി, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പരിചയപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അവൾ വിവാഹിതയാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അറിയാമായിരുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? അവൾ വിവാഹിതയാണ്, ആ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് എന്നോട് ബന്ധം സ്ഥാപിച്ചത് എന്ന് പറയുന്നൊരു വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില വെളുപ്പിക്കൽ ടീമുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ചില ആളുകൾ ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയതെന്നും ഗർഭിണിയായത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രചാരണം തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനകത്ത് പറയുന്നത് ലൈംഗിക ബന്ധം നടന്നു എന്ന് ഈ പ്രതി തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടം സമ്മതിക്കുന്നുണ്ട്. അയാൾ പരിചയപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഇവൾ അതായത് ആ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിയാമായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം സമ്മതിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫോൺ കോളുകൾ, ചാറ്റുകൾ എല്ലാം പെൺകുട്ടി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അതിബുദ്ധിമാൻ ഉയർത്തുന്നുണ്ട്. ഇനിയും അതിനകത്തെ കാരണം എന്താണ്? അപ്പോൾ ഈ പെൺകുട്ടി ചില ഡിജിറ്റൽ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അപ്പം ഇങ്ങനെ പുറത്തു വന്നിട്ടുള്ള, അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഈ പെൺകുട്ടി പുറത്ത് വിട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് വന്നു എന്ന് പറയുന്ന ചില ഫോൺ കോളുകളിലൂടെയും ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളിലൂടെയുമാണ് ഈ വിവരം കേരളത്തിലുള്ള ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നതെല്ലാം യഥാർത്ഥമായ കാര്യങ്ങളാണെന്നും ആ തെളിവുകളിൽ ഒരു കൃത്രിമത്വം പോലും നടന്നില്ല എന്ന് പ്രതി തന്നെ, രാഹുൽ മാങ്കൂട്ടം തന്നെ സമ്മതിക്കുകയുമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രതി, അപ്പോൾ അടുത്ത ഒരു വാദം എന്ന് പറഞ്ഞാൽ ഗർഭിണിയായത് പ്രതി മൂലമല്ല എന്നാണ് മറ്റൊരു വാദം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ അല്ല ആ പെൺകുട്ടി ഗർഭിണിയായത് എന്നൊരു വാദം കൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശരിക്കും പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഉയർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പെൺകുട്ടിക്ക് അലസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുത്തു എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതി എന്തിന് തൻ്റെ സുഹൃത്ത് മുഖാന്തിരം ഗർഭനിരോധന മരുന്ന് അതിജീവിതയ്ക്കായി, അതായത് ഈ പെൺകുട്ടിക്കായി എത്തിച്ചു നൽകി? മരുന്ന് കഴിക്കുന്നതിന് എന്തിന് വീഡിയോ കോളിലൂടെ കണ്ട് ആനന്ദം കണ്ടെത്തി? ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പം തന്നിലൂടെ അല്ല ഈ പെൺകുട്ടി ഗർഭിണിയായത് എന്ന് രാഹുൽ മാങ്കൂട്ടം സമ്മതിക്കുന്നു. പക്ഷേ ആ പെൺകുട്ടി പറയുന്നത് ഏകദേശം വിവാഹം കഴിഞ്ഞ് ഏതാനും ഒരു മാസം കഷ്ടിച്ച് മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത്. അതിനുശേഷം അതൊരു നിയമപരമല്ലാത്ത വിവാഹമായതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി അവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള കാര്യം പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നിലൂടെ അല്ല ഗർഭം ധരിച്ചിരുന്നത് എങ്കിൽ എന്താവശ്യത്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് ഗർഭനിരോധന ഗുളിക ഈ തൻ്റെ സുഹൃത്തു വശം കൊടുത്തു വിട്ടത്? ഇത് വീഡിയോ കോളിലൂടെ ഇത് കഴിക്കുന്നുണ്ടോ ഈ പെൺകുട്ടി എന്നറിയാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്ത് അത് ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ വഴി ഈ പെൺകുട്ടി ഗർഭം ധരിച്ചതാണെന്നിരിക്കെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ ഈ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചത്? അതിനുള്ള എന്ത് ധാർമ്മികതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? അല്ലെങ്കിൽ എന്ത് ബാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? അത് വീഡിയോ കോളിലൂടെ കണ്ട് ആനന്ദിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അബോർഷൻ ചെയ്യാനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം കുറ്റകരമാണ്. മരുന്ന് നൽകിയ കടയുടമയും പ്രതിയാവും. കടയുടെ ലൈസൻസ് നഷ്ടമാകും. അതായത് നമുക്കറിയാം, കുറിപ്പടിയില്ലാതെ ഇപ്പം നമുക്ക് പലയിടങ്ങളിൽ ഇപ്പം നമുക്ക് സാധാരണ ഒരു ആൻറ്റിബയോട്ടിക് വാങ്ങാനായിട്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെല്ലുമ്പോൾ അവർ തീർച്ചയായും
നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്, അതിൻ്റെ കുറിപ്പടി ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറിപ്പടി ആവശ്യപ്പെട്ടതുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് മരുന്ന് നൽകാറുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇത്രയും സിവിയറായ അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു മരുന്ന്, ഈ അബോർഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക ഈ ഏത് കടയുടമയാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അപ്പോൾ അത് എന്ന് വെച്ചാൽ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം അങ്ങനെ ഈ മരുന്ന് കുറിപ്പടിയില്ലാതെ കൈവശം വെക്കുന്നത് തെറ്റാണ്. ഇനി അഥവാ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് നൽകുന്നതും കുറ്റമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കടയുടമ കൂടി പ്രതിയാകുന്ന കേസാണ്. അതോടൊപ്പം അങ്ങനെ മരുന്ന് വിറ്റിട്ടുള്ള, അതായത് ഒരാളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള മരുന്ന് വിറ്റിട്ടുള്ള കടയുടമയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. ലൈസൻസ് കൂടി നഷ്ടമാകും. പിന്നെ ഇനിയിപ്പം മറ്റൊരു കാര്യം കൂടി ഈ പറയുന്ന ജീവൻകുമാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പെൺകുട്ടിക്ക് ട്യൂബ് പ്രഗ്നൻസി, അത് ഇച്ചിരി റിസ്കി ആയിട്ടുള്ള സാധനമാണ്. ട്യൂബിൽ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഫാലോപ്ലാൻ ട്യൂബ് പൊട്ടിത്തെറിച്ച് അപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ട്യൂബ് പൊട്ടിത്തെറിക്കാൻ മരണം ഉണ്ടാകാം. സ്കാൻ ചെയ്യാതെ മരുന്ന് നൽകിയത് വഴി പരാതിക്കാരി കൊല്ലപ്പെടണം എന്ന ആഗ്രഹം പ്രതിക്കുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ട്യൂബ് പ്രഗ്നൻസി ആണെങ്കിൽ അവിടെ വെച്ചിട്ട് അബോർട്ട് ചെയ്യാൻ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കി അത് അധികം ആ പെൺകുട്ടിക്ക് അധികം റിസ്ക് ഇല്ലാത്ത തരത്തിൽ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരമോ മേൽനോട്ടത്തിലോ മാത്രമേ അങ്ങനെ ഒരു അബോർഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു സാധ്യത അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒന്നായി മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഈ പ്രതിക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ആ പെൺകുട്ടിയെ കൊല്ലണം എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം എന്നുള്ള കാര്യവും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. പിന്നെ ജീവന് ഭീഷണിയുള്ള മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് BNS 123 പ്രകാരം 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അത് ശ്രദ്ധിച്ചു നോക്കിയോളുക. പ്രതിയുടെ സുഹൃത്ത് ഇതിൽ പങ്കാളിയായതുകൊണ്ട് അയാൾക്കും ഈ സെഷൻ ബാധകമാകും. നടന്നിരിക്കുന്ന സംഭവം ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നാണ് പ്രതിയുടെ മറ്റൊരു ഡിഫൻസ്. അതെങ്ങനെയാണ്? ആദ്യം നടന്ന ലൈംഗിക ബന്ധം ഉഭയകക്ഷി പ്രകാരമാണ് എന്ന് വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം. പിന്നെ തുടർച്ചയായി നടന്ന മറ്റ് 3 ലൈംഗിക ബന്ധത്തിൽ ബൈലാറ്ററൽ കൺസേൺ, അതായത് ഉഭയകക്ഷി ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയുണ്ടോ? പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചു എന്ന വാർത്തകൾ മാത്രമല്ല, പെൺകുട്ടിയുടെ മൊഴി കൂടിയുണ്ട്. അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പം ആദ്യം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരവും പിന്നീട് ഈ ലൈംഗിക അല്ലെങ്കിൽ ഈ പറയുന്ന നഗ്ന വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ഭീഷണിയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ആണ് പിന്നീട് ഉള്ള ബന്ധങ്ങളെല്ലാം നടന്നത്. അതിനെ അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയാൻ പറ്റില്ല. അത് റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഇനി പ്രലോഭനത്തിലൂടെ ആയിരുന്നെങ്കിൽ എന്തുതരം പ്രലോഭനമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കണം. വിവാഹം ഒഴിഞ്ഞ ശേഷം ഞാൻ വിവാഹം കഴിക്കാം എന്ന പ്രലോഭനമാണോ, അതല്ല ഭീഷണിയാണെങ്കിൽ എന്തുതരം ഭീഷണിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. പുറത്തു വന്ന ശബ്ദരേഖയിലോ ചാറ്റിലോ ഉഭയകക്ഷി സമ്മതത്തിൻ്റെ പ്രിൻസിപ്പൽസ് മാച്ച് ആവുന്നില്ല. അതിൻ്റെ ഒരു സിദ്ധാന്തങ്ങളൊന്നും അവിടെ കൃത്യമായി മനസ്സിലാകുന്നില്ല. കൃത്യമായി അതോടൊപ്പം തന്നെ ഒരു ഉദാഹരണം അതിനകത്ത് നമ്മൾ സൂചിപ്പിച്ചാൽ, ഈ മാർച്ച് മുഴുവൻ നിന്നെ ചെയ്യണം, നിന്നെ പ്രഗ്നൻ്റ് ആക്കണമെന്ന് പുരുഷൻ പറയുന്നുണ്ട്. പെൺകുട്ടി അതിന് മറുപടിയായി പിൽസ് മുഖ്യം എന്നാണ് റിപ്ലൈ നൽകിയിരിക്കുന്നത്. അതായത് പ്രഗ്നൻ്റ് ആവണം അല്ലെങ്കിൽ ആക്കണമെന്നത് ഇരു കക്ഷികളും ഒന്നിച്ചെടുത്ത ഒരു ഉഭയകക്ഷി തീരുമാനമല്ല, മറിച്ച് പുരുഷൻ്റെ മാത്രം തീരുമാനമാണ്. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, പക്ഷേ ഈ മാർച്ച് മുഴുവൻ എനിക്ക് നിന്നെ ചെയ്യണം, അതിലൂടെ നീ പ്രഗ്നൻ്റ് ആവണം. അപ്പോൾ ആ പെൺകുട്ടി തിരിച്ചു പറയുന്നത് പിൽസ് മുഖ്യം എന്നാണ്. അതായത് പെൺകുട്ടിക്ക് പ്രഗ്നൻ്റ് ആവാൻ താല്പര്യമില്ല. അപ്പോൾ അവിടെ പ്രഗ്നൻ്റ് ആവുക എന്നുള്ളത് ആരുടെ തീരുമാനം മാത്രമായിരുന്നു? അടിച്ചേൽപ്പിക്കലായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനം മാത്രമായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അപ്പോൾ ഇവിടെ ഒരു മ്യൂച്വൽ കൺസേൺ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ പ്രഗ്നൻസി എന്നുള്ള വാദം അവിടെ നിലനിൽക്കാൻ സാധ്യതയില്ല. ഇനി നിന്നെ പ്രഗ്നൻ്റ് ആക്കിയിരിക്കും എന്ന പുരുഷൻ്റെ ഉറച്ച തീരുമാനം അയാൾ എങ്ങനെ നടപ്പിലാക്കി എന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് തൻ്റെ കാര്യം, അതായത് തനിക്ക് ആ പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം എങ്ങനെ എടുത്തു അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതാണ്. പിന്നെ അതപ്പം ബലപ്രയോഗത്തിലൂടെ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയാണോ, ഇനി അതല്ല പ്രലോഭനത്തിലൂടെയാണോ, അതോ മറ്റെന്തെങ്കിലും ഇൻടോക്സിക്കേറ്റിംഗ് മെറ്റീരിയൽ കുത്തിവെച്ച്, അതായത് മയക്കമരുന്ന് അതുപോലുള്ള സാധനങ്ങളൊക്കെ കുത്തിവെച്ച് ഓറലാക്കി നൽകിയോ എന്നുള്ളതും ചോദ്യമാണ്. ഇനി മാനിപ്പുലേറ്റിംഗ് കൺസേൺ ആണെങ്കിൽ അത് ക്രൈം ആൻഡ് ചീറ്റിംഗ് ആണ്. ഇനി ഇത്തരത്തിൽ ഒരു മാനിപ്പുലേറ്റ് ചെയ്തപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക മറ്റു അല്ലാണ്ട് ചെയ്തെടുത്ത ഒന്നാണെങ്കിൽ അത് മാനിപ്പുലേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതും തെറ്റാണ്.
അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ ഒരു മൊഴിപ്രകാരം പറയുന്നത് തൻ്റെ ഈ ഡിവോഴ്സി ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാരണം. അതായത് പിന്നെ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ പ്രഗ്നൻ്റ് ആയാൽ, അതായത് അവൾ വിവാഹിതയായി ഒരു കുഞ്ഞായി ആ കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർ ഇതിനെ എതിർക്കാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എന്നടക്കമുള്ള മൊഴികളാണ് ആ പെൺകുട്ടിയുടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചില കാര്യങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ചാറ്റുകളുടെ ആധികാരികത ഉറപ്പിക്കണമെങ്കിൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം. ഇതിന് ഭാരതീയ ഈ പറയുന്ന നാഗരിക് സുരക്ഷാ സംഹിത BNSS സെഷൻ 94 അനുസരിച്ച് പ്രതിക്ക് നോട്ടീസ് നൽകണം. പ്രതി ഫോൺ ഹാജരാക്കിയാൽ ഇതേ നിയമ സെഷൻ 105 അനുസരിച്ച് ഫോൺ സീസ് ചെയ്യണം. ഹാജരാക്കാൻ പ്രതി തയ്യാറാവുന്നില്ല എങ്കിൽ BNSS സെഷൻ 185 അനുസരിച്ച് വാറണ്ട് ഇല്ലാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രതിയുടെ വീടോ ദേഹപരിശോധനയോ നടത്താവുന്നതാണ്. കൂടാതെ നോട്ടീസ് നൽകിയിട്ട് ഫോൺ ഹാജരാക്കുന്നില്ല എങ്കിൽ BNS 223 പ്രകാരം വീണ്ടും കേസെടുക്കാവുന്നതാണ്. ഇനി കോടതി വാറണ്ട് വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് നിർബന്ധമുണ്ടെങ്കിൽ BNSS സെഷൻ 96 പ്രകാരം കോടതി ഉത്തരവ് വാങ്ങാവുന്നതാണ്. പിന്നെ ഇനി പ്രതിയുടെ ശബ്ദം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ BNSS സെക്ഷൻ 349 പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി വഴി നോട്ടീസ് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി ഒഫൻസുകളാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. നിരവധി വകുപ്പുകൾ വഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടു തന്നെ പറയാം. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത് നിൽക്കുന്ന ഒരാളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് പല ആൾക്കാരും പണം വാങ്ങിക്കൊണ്ടോ അല്ലാതെയോ, പണം വാങ്ങിക്കൊണ്ടാണ് ഭൂരിപക്ഷം പേരും പ്രവർത്തിക്കുന്നത്. കാര്യം എല്ലാവർക്കും വേണ്ടത് പണമാണ്. പണം തന്നാൽ ഞാൻ നിന്നെ വെളുപ്പിച്ച് തരാം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പല വ്യക്തികളടക്കം PR വർക്ക് അതിരൂക്ഷമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അവരൊക്കെ ഒന്ന് ഓർക്കുക, ഇനി നിരവധി വകുപ്പുകൾ ചുമത്താൻ കഴിയുന്ന കുറ്റകൃത്യം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വുമണൈസർ ഇവിടെ ചെയ്തിരിക്കുന്നതുള്ള കാര്യം തീർച്ചയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിൽക്കേണ്ടത് എപ്പോഴും ഇരയ്ക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ പണം വാങ്ങിക്കൊണ്ട് പലരും ഇരയെ എങ്ങനെ കുറ്റം പറയാം, ഇരയെ ഏത് തരത്തിൽ കുറ്റക്കാരിയാക്കാം, അല്ലെങ്കിൽ ഇരയുടെ സ്വഭാവ ഹത്യ എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, ഈ പറയുന്ന ആരോപണം മുഴുവൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് തടി തപ്പിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മേൽ കെട്ടിവെക്കാം, അതായത് CPMൻ്റെ മേലെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ തുടങ്ങിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മ്ലേച്ഛമാണ്. ഇതൊരിക്കലും ഒരു സാംസ്കാരികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ്.